ഞാൻ നല്ല മനുഷ്യർക്ക് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മിക്കവാറും സ്വർഗത്തിലെത്തുമായിരിക്കും, അല്ലേ? ഓ, എന്റെ പൊന്നോ, എന്റെ ചക്കരയാണോ ഈ പറയുന്നത്? ആരാ ഈ പറയുന്നത്? നമ്മുടെ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ്. പുള്ളി ഒരുപാട് നന്മകൾ ലോകത്തിനു വേണ്ടി ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന നന്മകൾ കാരണം പുള്ളി ചിലപ്പോ സ്വർഗത്തിൽ പോവുമായിരിക്കും. സത്യത്തിൽ അത് കേൾക്കുന്ന ലോകത്തുള്ളവരും അമേരിക്കക്കാരും പറയുന്നത് എന്തായിരിക്കും എന്നറിയാവോ? എന്റെ പൊന്നു പ്രസിഡന്റ്, അങ്ങേക്ക് സ്വർഗം കിട്ടും എന്ന് വിശ്വസിച്ച് പെട്ടെന്നൊന്ന് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ശ്രമിക്കുവോ? എന്തിനാണ് ചോദിച്ചാൽ, അങ്ങയെ കൊണ്ടുള്ള സമാധാനമൊക്കെ ഈ ലോകം അനുഭവിച്ച് മതിയായി. അപ്പൊ അതുകൊണ്ട് അങ്ങ് എത്രയും വേഗം ഒന്ന് സ്വർഗത്തിൽ പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നെല്ലാവരും പറയും. ട്രംപ് മച്ചമ്പിക്ക് സ്വർഗം കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ സ്വർഗം കിട്ടുന്നതിന് കാരണമായി പറയുന്നത് ഒരുപാട് യുദ്ധങ്ങൾ നിർത്തി, ഒരുപാട് മനുഷ്യരെ കൊല്ലുന്നതിൽ നിന്ന് തടഞ്ഞു, നന്മകൾ ഉണ്ടായതിന്റെ പേരിലാണ് സ്വർഗത്തിൽ പോകുന്നത് എന്നാണ് പറയുന്നത്. മച്ചമ്പി സ്വർഗത്തിൽ പോകാനുള്ള പ്രവൃത്തികൾ വളരെ ചെറുപ്രായത്തിലേ തുടങ്ങിയതിന്റെ കാര്യമാണ് എപ്സ്റ്റീൻ ഫയലുകളിൽ പറയുന്നത്. എത്രയോ കാലങ്ങളായി അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ്. പ്രായം നോക്കാതെ, ജാതിയും മതവും നോക്കാതെ, രാഷ്ട്രമേതെന്ന് നോക്കാതെ, പ്രത്യേകിച്ച് അമേരിക്കൻ താല്പര്യങ്ങളൊന്നുമില്ലാതെ അങ്ങയുടെ കളിപ്പാട്ടവുമായി എത്ര പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെയാണ് അങ്ങ് കളിപ്പിച്ചത്, സന്തോഷിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായും അങ്ങ് സ്വർഗത്തിൽ പോകേണ്ട ഒരു പ്രവൃത്തി ചെറുപ്പം മുതലേ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അങ്ങ് മുൻകൈ എടുത്ത് ആയുധങ്ങൾ നൽകി ഒരുപാട് മനുഷ്യരെ നേരത്തെ സ്വർഗത്തിൽ വിട്ടിട്ടുണ്ടല്ലോ. അഫ്ഗാനിസ്ഥാനിലെ മനുഷ്യരെ, ഇറാഖിലെ മനുഷ്യരെ, പിന്നെ ഫലസ്തീനിലെ ഒരുപാട് കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും രോഗികളെയും അടക്കം ഒരുപാട് ആളുകളെ സ്വർഗത്തിൽ വിടാൻ വേണ്ടി വളരെ മനോഹരമായ ഒരു ടൂർ പാക്കേജ് അങ്ങും നമ്മുടെ നെതന്യാഹുവും കൂടെ നടത്തിയതിന്റെ ഭാഗമായി ഒത്തിരി പേര് സ്വർഗത്തിൽ പോയല്ലോ. ആ സ്വർഗത്തിൽ പോകുന്ന പ്രക്രിയയ്ക്ക് വലിയ സഹായകരമായ നന്മകൾ ചെയ്തത് അങ്ങാണ്. അതുകൊണ്ട് ഉറപ്പായും അങ്ങ് സ്വർഗത്തിൽ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുകൂടാതെ ഈ രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിലും ഇപ്പോൾ ഏറ്റവും അവസാനം വെനസ്വലയിൽ പോയി അവിടുത്തെ ഭരണാധികാരിയെ വീടിനകത്തുനിന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൽത്തുറങ്കിലാക്കിയതിന് ശേഷം നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ കണ്ടുവരുന്നത് പോലെ ഒരു കാക്പ കേസ് ചുമത്തേണ്ട പ്രവൃത്തി ചെയ്ത് ആ ഭരണകൂടത്തെ ഇല്ലാതാക്കിയ രാജ്യത്തെ എണ്ണ വിറ്റ് അതിന്റെ കാശെടുക്കുന്ന നല്ല മനോഹരമായ സ്നേഹസേവന ഗൂണ്ടാപ്രവർത്തനം നടത്തുന്ന അങ്ങല്ലാതെ ആരാണ് പിന്നെ സ്വർഗത്തിൽ പോവുക? സ്വർഗം അങ്ങേ വായോ 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 എന്ന് പറഞ്ഞ് മാടി വിളിക്കുന്നു. വേഗം പോവൂ. അങ്ങനെ വേഗം പോയാൽ ഈ പറയുന്നത് പോലെ ഈ നാട്ടിൽ കുറേ മനുഷ്യർക്കെങ്കിലും ഒരു സമാധാനമുണ്ടാവും. അതുകൊണ്ട് ഉറപ്പായും മച്ചമ്പി സ്വർഗത്തിൽ പോവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. മച്ചമ്പി വേഗം മടങ്ങി സ്വർഗത്തിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.